നമസ്കാരം. ഒരു ദേശീയ പാർട്ടിക്ക് എന്തൊക്കെയാകാം? ഒരു ദേശീയ പാർട്ടി എങ്ങനെ ആകണം? ഇനി ഒരു ദേശീയ പാർട്ടി ആകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ടും 4 MP-മാരെങ്കിലും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ലോക്സഭയിൽ 2% സീറ്റ്, അതായത് 11 സീറ്റിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകണം. അതുമല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയെങ്കിലും ഉണ്ടാകണം. പാർലമെൻറ്റിൽ MP-മാരുടെ എണ്ണം കൂട്ടിയില്ല എങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ളൊരു പദവിയുണ്ടല്ലോ, അത് നഷ്ടമാകുമെന്നുള്ളതിനാൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-നെ കാത്തിരിക്കുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. അതിനൊരുങ്ങുകയാണ് CPM. കർണാടക, രാജസ്ഥാൻ, ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ MLA-മാർ ഇല്ലാതായതോടുകൂടി അവിടങ്ങളിലൊന്നും MLA-മാരില്ല. CPM-ൻ്റെ ദേശീയ പാർട്ടി പദവി പരുങ്ങലിലാണ് എന്ന് പറയേണ്ടി വരും. ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അടുത്ത പിടിവള്ളി എന്ന് പറയപ്പെടുന്നത്. അതിലെന്തിൽ കിട്ടുമെന്ന് നമുക്കറിയില്ല. എങ്കിലും രാഷ്ട്രീയത്തിലുപരി ഏറ്റവും വിജയസാധ്യതയുള്ളവരെ രംഗത്തിറക്കുവാൻ വേണ്ടിയിട്ട് CPM ശ്രമിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഒരു പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില അപ്രതീക്ഷിത മുഖങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടേക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി സംബന്ധമായിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ അത് ചേർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതുമാത്രമല്ല, സെക്രട്ടേറിയറ്റിൽ ഉയരുന്ന പേരുകൾ അത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയും കൂടുതൽ MP-മാരെ ജയിപ്പിച്ചെടുക്കുക, അതിനുള്ള സാധ്യത കണ്ടെത്തുക, അത് കിട്ടുന്നത് കേരളത്തിൽ മാത്രമാണ്. തമിഴ്നാട്, തെലുങ്കാന, ത്രിപുര സംസ്ഥാനങ്ങളിലാണ് പിന്നെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത്. എത്രത്തോളം ഫലവത്താകും എന്നുള്ള കാര്യത്തിലും സംശയമാണ്. പല മണ്ഡലങ്ങളിലും മിക്കവാറും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട പേരുകളിൽ അനൗദ്യോഗികമായുള്ള ചില ധാരണകളൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ കാസർഗോഡ് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ബിജു കൃഷ്ണൻ ഏറെക്കുറെ ഉറപ്പായ ഒരു സീറ്റാണ് കാസർഗോഡ്. കണ്ണൂരിലാണെങ്കിൽ മുൻ മന്ത്രിയായിട്ടുള്ള PK ശ്രീമതിക്കാണ് പ്രഥമ പരിഗണന എങ്കിൽ കൂടിയും മുൻ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണായിട്ടുള്ള സുകന്യ, ആരും മറന്നുകാലണ സുകന്യയുടെ പേരും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. വടകരയിലാണെങ്കിൽ മുൻ മന്ത്രി KK ശൈലജ, കോഴിക്കോട്ട് മുൻ മന്ത്രിയായിട്ടുള്ള ഇളമരം കരീം, ഇവരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത എന്ന് പറയപ്പെടുന്നത്. പാലക്കാടാണെങ്കിൽ A വിജയരാഘവൻ്റെ പേരാണ് പരിഗണനയിൽ മുൻപിലുള്ളത്. പക്ഷേ അവിടെ മുൻ MLA ആയിട്ടുള്ള M ഹംസയുടെ പേരും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ആലത്തൂരിലാണെങ്കിൽ മന്ത്രി K രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ചാലക്കുടിയിൽ BD ദേവസി എത്താനാണ് സാധ്യത എന്നാണ് അറിയപ്പെടുന്നത്. ചലച്ചിത്ര നടി മഞ്ജു വാര്യരെ ഇടത് സ്വതന്ത്രയാക്കി മത്സരിപ്പിക്കുവാനുള്ള ചില ആലോചനകളൊക്കെ നടന്നിരുന്നു. പക്ഷേ മഞ്ജു രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ആ അഭിപ്രായം മാറ്റിയിരിക്കുന്നു. എറണാകുളത്ത് M സ്വരാജിനാണ് സാധ്യത എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം സ്വരാജിന് ലഭിക്കും മിക്കവാറും. പത്തനംതിട്ടയിൽ മുൻ മന്ത്രിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് ഏറെക്കുറെ ഉറപ്പായ മട്ടാണ്. കാരണം ആലപ്പുഴയിൽ ഈ AM ആരിഫ് തന്നെ വീണ്ടും മത്സരിക്കുവാനുള്ള സാധ്യതയുള്ള സാഹചര്യത്തിലാണ് അങ്ങനെ വരുന്നത്. CPM-നെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില അമ്പുകൾ തൊടുക്കുന്നുണ്ട് എങ്കിലും കൊല്ലത്ത് G സുധാകരനെ ചിലപ്പോൾ മത്സരിപ്പിക്കുകയും അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. സാധാരണ ഈ ജനങ്ങൾക്കിടയിൽ സുധാകരൻ എന്ന് പറയപ്പെടുന്നത് സ്വീകാര്യ വ്യക്തിയാണ്. അത് തന്നെയാണ് അതിൻ്റെ കാരണവും. സുധാകരൻ അല്ലെങ്കിൽ സാധ്യത എന്ന് പറയപ്പെടുന്നത് മുൻ MLA ആയിട്ടുള്ള ആയിഷ പൊറ്റിക്കാണ്. പക്ഷേ ഇവരിലേക്കൊക്കെ ആയിരിക്കും എത്തുക എന്ന് പറയാൻ കാരണം ദേശീയ പാർട്ടി എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ, ദേശീയ പാർട്ടി അല്ലാതായി മാറിക്കഴിഞ്ഞാൽ CPM-ന് പിന്നെ എന്ത് നിലവാരമാണ് ഉണ്ടാകുക എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് നിലനിർത്തുവാനുള്ള ഒരു അശ്രാന്ത പരിശ്രമം CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ വരുമ്പോൾ പുതിയ ചില മുഖങ്ങളെ അവതരിപ്പിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്നതിനും ഒപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ 5-ൽ കൂടുതൽ MP-മാരെ ലഭിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ 5-ൽ കൂടുതൽ MP-മാരെ ലഭിച്ചാൽ പോലും ആ ഒരു പ്രാതിനിധ്യം കൊണ്ട് ദേശീയ പാർട്ടിയായി നിലനിൽക്കാൻ കഴിയില്ല. 4 സംസ്ഥാനങ്ങളിലെങ്കിലും 6% വോട്ട് വേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അല്ലെങ്കിൽ 11 MP-മാരുണ്ടാകേണ്ടതുണ്ട്. 3 സംസ്ഥാനങ്ങളിലെങ്കിലും ഈ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം ലഭിച്ച നിലവാരത്തിൽ നിൽക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ 3 സംസ്ഥാനങ്ങളിൽ അവർക്ക് പാർട്ടി അംഗീകാരം ഉണ്ടായിരിക്കണം, ഭരണത്തിലിരിക്കുന്ന പ്രസ്ഥാനമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ദേശീയ പാർട്ടിയായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതല്ല എന്നുണ്ടെങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ള ലേബൽ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ CPM-ന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അത്തരത്തിൽ ഒരു വലിയ ചോദ്യം മുൻപിൽ നിൽക്കുമ്പോഴാണ്
ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ നിന്ന് മാറിപ്പോയാൽ CPM-ന് പിന്നെ കേരളത്തിൽ പോലും നിലനിൽപ്പുണ്ടാകില്ല. ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 5 സീറ്റിൽ കൂടുതൽ നേടുവാനുള്ള സാധ്യത കേരളത്തിലുമില്ല. മറ്റ് സംസ്ഥാനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് ത്രിപുരയും ഗുജറാത്തുമൊക്കെയാണ്, തെലുങ്കാനയും. പക്ഷേ ഇവിടങ്ങളിൽ നിന്നും ഒരു സീറ്റ് പോലും ലഭിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആകെ ഒരു 5 സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു പ്രസ്ഥാനമായി CPM എന്ന് പറയപ്പെടുന്ന ഇപ്പോഴത്തെ ദേശീയ പ്രസ്ഥാനം മാറും. അത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി ഒരു പ്രാദേശിക പാർട്ടിയായി തീരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്തരത്തിൽ ഒരു പ്രാദേശിക പാർട്ടിയായി CPM തരം താണു പോയാൽ പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഒരു പ്രാദേശിക പ്രസ്ഥാനത്തിൻ്റെ നിലവാരത്തിലേക്ക് മാറുന്ന പാർട്ടിയെ മറ്റുള്ള പാർട്ടികൾ ഹൈജാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് CPM-ൻ്റെ യാത്ര. ഈ ദേശീയ പാർട്ടി എന്നുള്ള ആ പേരുകൂടി നഷ്ടമാകുന്നതോടുകൂടി ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ CPM എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഇടമില്ലാതാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.